മോഹൻലാൽ സാറും മമ്മൂട്ടി സാറും രണ്ടുപേരും അഭിനയിക്കുകയാണ്. അതുണ്ടായിരുന്നു ലാലേട്ടൻ്റെ ഒപ്പം നായികയാവാൻ സാധിച്ചു. അതുപോലെ തന്നെ വന്നപ്പോൾ ഒരു ബൊക്കെ പോലെ ഉണ്ടായിരുന്നു കാണാൻ. ശരിക്കും സച്ച് എ ബ്യൂട്ടിഫുൾ ബൊക്കെ, ദ പോസ്റ്റർ ഡിസൈൻ. പക്ഷെ മലയാള സിനിമയിൽ ഇതിന് മുമ്പും നടന്നിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഇതിന് മുമ്പ് ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നത് ആൾക്കൂട്ടത്തിൽ തന്നെയിൽ മോഹൻലാൽ സാറും മമ്മൂട്ടി സാറും രണ്ടുപേരും അഭിനയിക്കുകയാണ്. വളരെ വെൽ റിട്ടൺ ആയിട്ടുള്ള ക്യാരക്ടേഴ്സായിട്ട്. ഇപ്പം നമ്മളുടെ സിനിമ ഇൻഡസ്ട്രിയിൽ എപ്പോഴും കാണപ്പെടുന്നത് ഏത് തരത്തിലുള്ള സ്റ്റാർഡം ഉണ്ടെങ്കിലും കഥ നല്ലതാണെങ്കിൽ, സ്ക്രീൻ പ്ലേ നല്ലതാണെങ്കിൽ, ആ വിഷനുമായിട്ട് അലൈനാണെങ്കിൽ ആക്ടേഴ്സിന് ഒരിക്കലും ആ ഒരു ഈഗോ പ്രശ്നം ഉണ്ടായിട്ടൊന്നും ചെയ്യാതിരുന്നിട്ടൊന്നുമില്ല. ഇപ്പം ഫോർ എക്സാമ്പിൾ പെട്ടെന്ന് ഓർമ്മ വരുന്ന ട്രാഫിക് എന്ന് പറഞ്ഞ സിനിമ റിലീസായ സമയം എനിക്കിപ്പോൾ ഭയങ്കര കൃത്യമായിട്ട് ഓർമ്മയുണ്ട്. അതിൽ ആസിഫുണ്ട്, നിവിൻ കെയിം ഇൻ ദ വെരി എൻഡ് ഒരു ഷോട്ടിനായിട്ട്. അത് ശ്രീനിവാസൻ സർ, എല്ലാവരും അതിലൊരു ക്യാരക്ടറായിട്ട്, കുഞ്ചാക്കോ ബോബൻ, ഇവരെല്ലാവരും ഒരു ക്യാരക്ടറായിട്ട് അതിൽ ജീവിക്കാനാണ് വരുന്നത്. അവരവരുടെ ഞാൻ ഇന്ന ആക്ടറാണ് എന്നുള്ളൊരു സ്പേസ് അല്ല. ഇപ്പോൾ MT വാസുദേവൻ നായർ സാറിൻ്റെ ഒരു ആന്തോളജിയിലെ ഒരു ഭാഗം, ഒരു ട്രിബ്യൂട്ടായിട്ടാണ് നമ്മളെല്ലാവരും കരുതുന്നത്. അറ്റ്ലീസ്റ്റ് ഐ ഹോപ്പ് ഐ എം റൈറ്റ് ഇൻ സേയിങ് ദാറ്റ്. ഇങ്ങനത്തെ ഒരു അവസരം അങ്ങനെ എനിക്ക് ആദ്യം അശ്വസിച്ചിയുടെ കോള് വന്നപ്പോൾ ഞാൻ വേറെ ചോദ്യങ്ങളൊന്നും ചോദിച്ചിട്ടില്ല. ഇപ്പോൾ യെസ്, ദർ ഇസ് നോ അതർ തിങ്. ലോജിസ്റ്റിക്കലി കുറച്ച് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നേ ഉള്ളൂ, അല്ലാതെ അതൊരു ഒരിക്കലും ഒരു നോ ആവില്ലായിരുന്നു. എനിക്ക് തോന്നുന്നു നമുക്ക് എല്ലാവർക്കും അത് തന്നെയായിരിക്കും തോന്നിയിട്ടുണ്ടാവുക. MT സാറിൻ്റെ വേൾഡ്സ് ദാറ്റ് ഹി ക്രിയേറ്റഡ്, അതിന് പകരം വയ്ക്കാൻ വേറെ ആരുമില്ല. അപ്പം അതിലൊരു അഭിനേത്രി എന്ന രീതിയിൽ അങ്ങനെ ഒരു ചാൻസ് കിട്ടുന്ന ഒരു വലിയ ബ്ലെസ്സിങ് ആണ്. വലിയൊരു ഭാഗ്യമായിട്ടാണ് കാണുന്നത്. ഇപ്പം ഞാൻ സിനിമയിലേക്ക് വന്ന സമയത്താണെങ്കിൽ നമുക്ക് ഓരോ ആഗ്രഹങ്ങളുണ്ടാവും, ഇന്ന വ്യക്തികളുടെ കൂടെ വർക്ക് ചെയ്യണമെന്നൊക്കെ. പക്ഷേ എൻ്റെ സ്വപ്നത്തെ പോലും ഞാൻ വിചാരിച്ചിട്ടില്ല MT സാറിൻ്റെ ഇനി അങ്ങോട്ടേക്ക് ഒരു കഥയിൽ ഒരു കഥാപാത്രമായിട്ടോ ഒന്നും ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ സ്വപ്നത്തെ പോലും വിചാരിച്ചിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ കഥയിൽ മെയിൻ കഥാപാത്രമായിട്ട് തന്നെ ചെയ്യാൻ പറ്റിയെന്ന് പറയുന്നത് വലിയൊരു ഭാഗ്യമാണ്. അതുപോലെ എല്ലാവരും ഇപ്പം പ്രിയദർശൻ സാറിൻ്റെ സിനിമയിൽ അഭിനയിക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. ലാലേട്ടൻ്റെ ഒപ്പം നായികയാവാൻ സാധിച്ചു. അതുപോലെ തന്നെ സന്തോഷ് ശിവൻ സാറിൻ്റെ ഏതെങ്കിലും ഒരു ഫ്രെയിമിൽ വന്ന് പോകണം എന്നൊക്കെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കൂടെ ഒത്തിണങ്ങിയ ഒരു സിനിമയാണ്. അതും ഈ ഒരു കാലഘട്ടത്തിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ. അപ്പം എല്ലാം കൊണ്ടും ഞാൻ ഇതെൻ്റെ കരിയറിൽ ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് തന്നെയാണ് കാണുന്നത്. ഒരു ചെറിയൊരു കറക്ഷൻ ഉണ്ട്. അനൂപ് മേനോനല്ല പറഞ്ഞത്, മുസ്തഫയാണ്, നാഷണൽ അവാർഡ് വിന്നറായിട്ടുള്ള മുസ്തഫയാണ് പറഞ്ഞത്. അനുഭവം കൊണ്ടാണ് പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ അനുഭവം മറിച്ചൊന്നുമല്ല. സംവിധായകനായിട്ട് അദ്ദേഹം ഇതായിട്ടുണ്ടെങ്കിലും ആസ് എൻ ആക്ടർ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന് അത്തരത്തിലുള്ള വേഷങ്ങളൊന്നും, അദ്ദേഹം ചലഞ്ചിങ് ആയിട്ടുള്ള വേഷങ്ങളോ അല്ലെങ്കിൽ സിനിമയുടെ ഒരു സ്ഥിരം ഭാഗമായിട്ടൊന്നും അദ്ദേഹം വന്നിട്ടില്ല. അപ്പം ഞങ്ങൾ അമൃത TV ബെസ്റ്റ് ആക്ടർ റിയാലിറ്റി ഷോയിൽ കൂടെ വന്നിട്ടുള്ള ആൾക്കാരാണ്. അപ്പം ആ സമയം മുതൽ സുഹൃത്തുക്കളാണ്. അപ്പം അതുകൊണ്ട് ഒരു സുഹൃത്ത് മറ്റൊരു സുഹൃത്തിന് തരുന്ന വലിയൊരു ഉപദേശമായിട്ടാണ് ഞാൻ അതിനെ കണ്ടിട്ടുള്ളത്. പിന്നെ നമ്മൾ പറഞ്ഞതുപോലെ നമ്മളെന്തായാലും നടന്നല്ലേ പറ്റുള്ളൂ. നമുക്ക് ഈ ഒരു ജോലിയാണ് അറിയാം, അതിൽ നിരന്തരം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അതിൻ്റെ ഒരു റിസൾട്ട് എന്നാണെങ്കിലും അത് ഉണ്ടാവും എന്നുള്ളത്. നമുക്ക് കിട്ടുന്നത് എന്താണോ അതിനെ ഏറ്റവും ഭംഗിയായിട്ട് ചെയ്യാം എന്നുള്ളതാണ് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓഗസ്റ്റ് 15-നാണ് റിലീസ്. മനോരഥങ്ങൾ റിലീസിൻ്റെ ഒക്കേഷനിൽ നമ്മുടെ സെക്കൻഡ് ട്രെയിലറും മ്യൂസിക്കും ലോഞ്ച് ചെയ്യുന്നത് മോഹൻലാൽ സാറാണ്. 15-ാം തീയതി വൈകുന്നേരം 7 മണിക്ക്. അതിൻ്റെ വെന്യൂവും സമയവും കാര്യങ്ങളൊക്കെ നിങ്ങളെ അറിയിക്കുന്നതാണ്. എല്ലാവരും പങ്കെടുക്കണം. ലാൽ സാറിന് ആദ്യത്തെ ട്രെയിലർ ലോഞ്ചിൽ എത്താൻ പറ്റിയില്ല. അപ്പോൾ ഈ ട്രെയിലർ ലോഞ്ച് അദ്ദേഹം തന്നെയാണ് ചെയ്യുന്നത്. എല്ലാവരും പങ്കെടുക്കുക, എല്ലാവരും സിനിമകൾ കാണുക. താങ്ക് യു സോ മച്ച്.